ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരത്തിൽ ഓരോ കണ്ടസ്റ്റന്റും നടത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴത്തെ നമുക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാണാൻ സാധിക്കുന്നത്. നിലനിൽപ്പ് വേണ്ടിയുള്ള മത്സരം തന്നെയാണ്. ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെക്കുമ്പോൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആരൊക്കെയാണ് വോട്ടിംഗ് വൻ കുതിപ്പ് നടത്തിയിരിക്കുന്നു, ആരൊക്കെയാണ് വോട്ടിംഗ് വൻ പരാജയം ഏറ്റുവാങ്ങി ഈ ആഴ്ച ബിഗ് ബോസിൽ നിന്ന് പുറത്താകുന്നതും മിഡ് വീക്ക് എവിക്ഷൻ വഴി പുറത്താകുന്നതൊക്കെ വീഡിയോ ഫോർത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഹൗസിൽ ഇപ്പോൾ ബാക്കി നിൽക്കുന്ന 7 പേരാണ്. കഴിഞ്ഞ ആഴ്ച സാബുമാൻ എവിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് 7 പേരിൽ നിലവിലുള്ള 7 പേരും ടോപ്പ് 5 ഡിസർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയിട്ട് മാറുമ്പോൾ ആർക്കാണ് വോട്ടിംഗ് മുന്നിലെന്ന് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെ കുതിക്കുകയാണ്. 36,853 വോട്ട് അനുമോളെ തകർക്കാൻ ആർക്കും സാധിക്കാതെ വരികയാണ്. അനുമോളുടെ നല്ലൊരു ലീഡ് ഉയർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് അനീഷേട്ടൻ പിന്തുണപ്പെട്ട് വരികയാണ്. 32,965 വോട്ടുകൾ മാത്രമാണ് അനീഷേട്ടൻ ഈ ഒരു സമയം വരെ ഉയർത്താൻ സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് അനീഷ് അനുമോൾ യുദ്ധം തന്നെ മുറുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഞെട്ടിച്ച മുന്നേറ്റം നെവിൻ്റെയാണ്. ഷാനവാസിനെ അട്ടിമറിച്ചുകൊണ്ട് നെവിന് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുകയാണ്. 23,684 വോട്ടുകളോളം നെവിന് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ഷാനവാസിക്കാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. നേരിയ വോട്ടിംഗ് ഡിഫറൻസേ ഉള്ളൂ. ഒരുപക്ഷെ വരും മണിക്കൂറിൽ ഷാനവാസിക്ക് വൻ കുതിപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. 19,736 വോട്ട് വിട്ട് 4ാം സ്ഥാനത്തേക്കാണ്. എന്തൊക്കെയാണ് ഇവരെ ടോപ്പ് 5 വരുമെന്ന് നമുക്ക് പ്രതീക്ഷ വെക്കാം. 5ാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന നൂറയാണ്. അക്ബറിനെ അട്ടിമറിച്ചുകൊണ്ട് നൂറ ഇതാ 5ാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കുന്നത്. 16,681 വോട്ടുകൾ സ്വന്തമാക്കാൻ നൂറയ്ക്ക് സാധിച്ചപ്പോൾ 6ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി അക്ബർ തുടരുകയാണ്. അക്ബറിന് വോട്ടിംഗ് ഡിഫറൻസ് നേരിയ തോതിലുള്ളൂ. 15,756 വോട്ടുകളോളം അക്ബർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ വരും മണിക്കൂറിൽ അക്ബർ അട്ടിമറികൾ നടത്താൻ സാധ്യതയുള്ളപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോൺ ആയിട്ടുള്ള 7ാം സ്ഥാനത്ത് ആതിരയാണ് പുറത്താകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ്. 12,918 വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ഡേഞ്ചർ സോണാണ് ആതിര. ഒരുപക്ഷെ ആതിര നൂറ ജോഡികൾ ഒരാൾ മാത്രമായിരുന്നു ഹൗസിൽ ബാക്കി നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ടോപ്പ് 5 എത്താൻ സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ 2 പേരും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂർ വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങളും സംഭവിക്കാം. എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാൻ പോകുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കുക. നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിൽ മിഡ് വീക്ക് എവിക്ഷൻ വഴി ആര് പുറത്തു പോകുന്ന അറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി ആരാണോ മികച്ച ഗെയിമർ അല്ലെങ്കിൽ ആരാണോ ടോപ്പ് 5 ഡിസർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് അവർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.